കളയാനുള്ള അതാണ് വിവാഹം. ഈ വിവാഹത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? ഈ പെണ്ണിന്റെ വാപ്പാന്റെ കൈക്ക് പിടിച്ചിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാരെ നിങ്ങളുടെ കൈ രണ്ടും കൂട്ടി ഇണക്കിയിട്ട് ഉസ്താദ് പറഞ്ഞു തരുന്ന ചില വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകളും വചനങ്ങളും ആ ഒരു കരാറിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ വാക്ക് എന്തെന്നറിയുവോ? വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ. ഈ സ്ത്രീകൾ നിങ്ങളിൽ നിന്നെടുക്കുന്ന ആ കരാർ ബലിഷ്ഠമായ കരാറാണ്, ഉടയ്ക്കാൻ പറ്റാത്ത കരാറാണ്, തകർക്കാൻ പറ്റാത്ത കരാറാണ്. അത് കളിയല്ല, അത് ചിരിയല്ല, അത് രസമല്ല, അത് ടൈം പാസ് അല്ല കേട്ടോ. അത് അല്ലാഹുവും മലക്കുകളും സാക്ഷി നിൽക്കുന്ന ഒരു കരാറാണ് വിവാഹം. കളിയല്ല. നമുക്കിത് ഇതങ്ങോട്ട് എന്റെ മകൾ സബീന ബീവിയെ ഇത്ര ഗ്രാം മഹറിന് നിനക്ക് ഹലാലായ ഭാര്യയാക്കി ഇണയാക്കി വിവാഹം ചെയ്തിരിക്കുന്നു. ഖബിൽതു റളിയതു, സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. അൽ ഫാത്തിഹ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഖുൽ ഹുവല്ലാഹു ഖുൽ റബ്ബുൽ ഖുൽ ഹുവന്നാസ് ആമീൻ ബിറഹ്മതിക. എല്ലാം കഴിഞ്ഞു. പിന്നെ ഉസ്താദ് പോയി അടുത്ത പരിപാടി. ഉസ്താദ് പോയി അടുത്ത പരിപാടി തുടങ്ങാം. നിക്കാഹ്. അടുത്ത സുന്നത്ത് തുടങ്ങാൻ പോകണം. അല്ലാതെ സുന്നത്താ കഴിഞ്ഞ ഇനി അടുത്ത ഫറള്. നിക്കാഹിന്റെ സ്ഥലത്ത് അടുത്ത പരിപാടി സുന്നത്ത് കഴിഞ്ഞ അടുത്ത ഫറള് പരിപാടിയാണ്. പൂത്തിരി കത്തിക്കല്, പടക്കം പൊട്ടിക്കല്, റിബൺ പൊട്ടിക്കല്, ബലൂൺ പൊട്ടിക്കല്, ഏതിലെ കൂടെയൊക്കെ പൊട്ടിക്കുന്നു. പെണ്ണിന്റെ അടിയിൽ കൂടെ പൊട്ടിക്കുന്നു, ബാവാടെ ഇടയിൽ കൂടെ പൊട്ടിക്കുന്നു, മോളിൽ കൂടെ പൊട്ടിക്കുന്നു, താഴെ കൂടെ പൊട്ടിക്കുന്നു. ആണും പെണ്ണും ചേർന്നിരുന്ന് ആട്ടിക്കുന്നു. ആട്ടം പാട്ട്. എന്താ ഇത്? നിക്കാഹിന്റെ സദസ്സുകള് മലീമസമാക്കിയാൽ അത് ജൂതന്മാരുടെ അടയാളമാണ് കേട്ടോ. ജാഹിലിയ കാലഘട്ടത്തിലെ നിക്കാഹിനെ കുറിച്ച് അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വിവാഹം എന്ന് പറയുന്നത് ഇതേപോലെ ജൂതന്മാരെക്കാളും നസ്രാണികളെക്കാളും അതപ്പതിച്ചു പോയില്ലേ. അതിന്റെ കാരണക്കാരാണ്? സമ്പത്ത് കുന്നുകൂടിയത് കൊണ്ടാണ്. ഹലാലായ പണം കൊണ്ട് അഹങ്കരിക്കൂല. ഹറാമായ പണം അവന്റെ കുടുംബത്തിൽ വന്നു ചേർന്നപ്പോ അവനിതാ പാശ്ചാത്യ സംസ്കാരത്തെ തന്റെ മകളുടെ നിക്കാഹിന് വേണ്ടി അവൻ കോപ്പ് കൂട്ടുകയായി. ഹറാമിന് വേണ്ടി പണം ചെലവഴിക്കുന്ന വാപ്പ, ഹറാമിന് വേണ്ടി ചെലവഴിക്കുന്ന വാപ്പ അള്ളാന്റെ കോടതിയിൽ നിങ്ങളെ നാളെ പിടിച്ചു നിർത്തപ്പെടും കേട്ടോ. എത്ര നമസ്കരിച്ചിട്ടും ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഇതാ ഒന്ന് പെടുത്തി തരാം. ഇന്നല്ലാഹ ഖസമ ബൈനകും അഖ്ലാഖകും കമാ ഖസമ ബൈനകും അർസാഖകും. ഇന്നല്ലാഹ യുഅ്തിദ്ദീൻ, ഇന്നല്ലാഹ യുഅ്തിദ്ദുനിയാ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു വലാകിൻ യുഅ്തിദ്ദീന മൻ യുഹിബ്ബു ഫമൻ അഅതാഹു അല്ലാഹു അദ്ദീനാ ولا يكسب عبد مالا حراما فينفق فيه فيبارك له فيه. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്, ലോക മുസ്ലിമേ, നിന്റെ പ്രവാചകനാണ്, നിന്റെ ഹബീബാണ്, നിന്റെ ചങ്കില ചോരയാണ്, നിന്റെ ജീവിതത്തിന്റെ തുടിപ്പാണ്, സത്യാസത്യ വിവേചകനാണ്, ലോകത്തിന്റെ കെടാവിളക്കാണ്. അല്ലാഹുവിന്റെ റസൂലാണ് നമുക്ക് വിവാഹം എന്ത്, വൈവാഹിക ജീവിതം എന്ത് എന്ന് പഠിപ്പിച്ചു തന്നത്. 12 ഭാര്യമാരുമായി കുടുംബജീവിതം നയിച്ച ഹബീബായ തങ്ങള് അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പട്ടിണി ഉണ്ടായിട്ടുണ്ട്, ദാരിദ്ര്യം ഉണ്ടായിട്ടുണ്ട്. അവർ പരസ്പരം മിണ്ടാതിരുന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഭാര്യയെ പോലെ ഡിവോഴ്സ് ചെയ്ത ചരിത്രമില്ല, ഒരു ഭാര്യയുടെ മുഖത്തടിച്ച ചരിത്രമില്ല, ഒരു ഭാര്യയെ തെറി വിളിച്ച ചരിത്രമില്ല, ഒരു ഭാര്യയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു വിട്ട ചരിത്ര പാരമ്പര്യമല്ല പ്രവാചകന്റെ പാരമ്പര്യം. ആ 11 ഭാര്യമാരോടും നീതി പുലർത്തിയാണ് അള്ളാന്റെ റസൂല് ആ കുടുംബ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തന്നതെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളല്ലേ നമ്മുടെ നേതാവ്. ആ റസൂലുള്ളാഹി തങ്ങളാണ് നമ്മുടെ ജേതാവ്. ആ ഹബീബാണ് നമുക്ക് നിക്കാഹ് എന്തെന്ന് പഠിപ്പിച്ചു തന്നത്. ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവനെയാണ് നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പ്രതീക്ഷയോടെ കാത്തു നിന്നിട്ട് കൈക്ക് പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്.
ആ ഹബീബായ തങ്ങളാണെങ്കിൽ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച നിക്കാഹായിരിക്കണം നമ്മുടെ മകന്റെയും നമ്മുടെ മകളുടെയും ആ നിക്കാഹിന്റെ വേദി ആ പ്രവാചകന്റെ വേദിയാകട്ടെ. ജൂതന്മാരുടെ വേദിയായാൽ, നസ്രാണികളുടെ വേദിയായാൽ, പാശ്ചാത്യ ലോബികളുടെ വേദിയായാൽ, മുശ്രിക്കീങ്ങളുടെ വേദിയായാൽ അള്ളാന്റെ റസൂല് നമ്മളെ കൈവിടും കേട്ടോ. അതുകൊണ്ടാണ് നബി തങ്ങളെ നമ്മളെ പഠിപ്പിച്ചു തന്നത്. അള്ളാഹു നിങ്ങളുടെ സ്വഭാവം നന്നാക്കിയതുപോലെ അള്ളാഹു നിങ്ങൾക്ക് റിസ്ക്കും തീരുമാനിച്ചു കഴിഞ്ഞു. എത്ര കഷ്ടപ്പെട്ടാലും അള്ളാഹ് വിധിച്ചതല്ലാതെ ഒരു രൂപ പോലും അധികം കിട്ടൂല കേട്ടോ. എല്ലാവർക്കും സമ്പന്നന്മാരാകാൻ നോക്കിയാൽ അത് കഴിയൂല മക്കളെ, കഴിയൂല മക്കളെ. ഇന്നല്ലാഹ ഖസമ ബൈനകും അഖ്ലാഖകും കമാ ഖസമ ബൈനകും അർസാഖകും. നിങ്ങൾക്കൊരു സ്വഭാവമുണ്ടെങ്കിൽ ആ സ്വഭാവമായിരിക്കും അവസാന സമയം വരെ. അതിൽ മാറ്റമൊന്നും വലുതായിട്ടുണ്ടാകാൻ പോകുന്നില്ല. എത്രത്തോളം അനാവശ്യമായ സ്വഭാവത്തിൽ നിന്നും ദുസ്വഭാവത്തിൽ നിന്നും ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നാലും നിങ്ങളുടെ പഴയ സ്വഭാവമുണ്ടല്ലോ അതിന്റെ അല്പമെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി. വലിയ റസൂലുള്ളാഹിയുടെ പേര് കേട്ടപ്പോ നിങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്തവരെ പോലെ നിങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത 22 വർഷം 25 പറഞ്ഞോടാൻ സമയമായി. വേണ്ട, ഇല്ല, നിങ്ങൾക്ക് നിന്ന് പോട്ടെ. ആര് റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോൾ വെള്ളിയാഴ്ച രാവിലെ എന്തേ സലാത്ത് പറയാത്തത്? ചില ആളുകളുടെ ചില സ്വഭാവം ഉണ്ട്, അത് മാറൂല കേട്ടോ. അതാണ് പട്ടിയുടെ പാലെടുത്ത് മറ്റേ കുഴലിനകത്ത് വെച്ചാൽ എന്തെങ്കിലും നന്നാവോ? 10 വർഷം വെച്ചാൽ നന്നാവോ? ഇല്ല. അതാണ് അല്ലാഹ് പറഞ്ഞ വാക്ക റസൂൽ, ഇന്നല്ലാഹ ഖസമ ബൈനകും അഖ്ലാഖകും. നിങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ആ സ്വഭാവം അല്ലാഹു തീരുമാനിച്ച സ്വഭാവമാണ്. ചില ആളുകൾ ദേഷ്യം ഉണ്ടാവും, ദേഷ്യപ്പെടും, ചില ആളുകൾ ചെറിയ വിളിക്കും. പക്ഷെ അവരൊക്കെ അതിൽ നിന്ന് ജഹാലത്തിൽ നിന്ന് മാറി നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിയാലും എന്തെങ്കിലും ഒരു സ്വഭാവം വരുമ്പോൾ അവൻ പഴയ സ്വഭാവം എടുക്കും. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, എനിക്ക് അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ പറയും എന്റെ ജഹാലത്ത് ഇതുവരെയ്ക്കും മാറില്ല, നീ വലിയ ഇബാദത്തൊക്കെ ചെയ്ത് നടന്നിട്ട് എന്റെ ആ പഴയ ജാഹിലിയ കാലത്തെ സ്വഭാവം മാറ്റാത്ത ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരിക്കൽ വിളിച്ചില്ലേ, കറുത്തവളുടെ മോനെ. നമ്മുടെയൊക്കെ നാട്ടിലെ തള്ളയ്ക്കും തന്തയ്ക്കൊക്കെ വിളിക്കുന്ന പോലെയാണ് അതിന്റെ അർത്ഥം. ബിലാൽ റളിയല്ലാഹു തആല കറുത്തവനാണ്, അബൂദർ റളിയല്ലാഹു തആല വെളുത്ത് വെള്ളാരം കല്ല് പോലിരിക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു ചെറിയ വിഷയം ചുമ്മാ കശപിശ സംസാരം ഉണ്ട്. നീ ആരാ സംസാരിക്കാൻ? നിന്റെ അത്ത എവിടെ നിന്ന് വന്നാന്ന് എനിക്കറിയാം, നീയൊക്കെ വരുത്തന്മാരല്ലേ, നിന്റെ പണിക്ക് പോകും. ആരാ ഇയാൾ? വലിയ നിസ്കാര വിഭാഗത്തുള്ള ആളാ. ചെറിയൊരു വിഷയം വന്നപ്പം ആ ദേഷ്യം പഴയത് വെച്ചിട്ട് ആ പഴയ സ്വഭാവത്തിലേക്ക് മടങ്ങി. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അബൂദർ റളിയല്ലാഹു തആല ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് നല്ല ഇബാദത്തും ദീനിയായ ബോധമുള്ള മനുഷ്യനായി വന്നതാണ്. സഹാബിയ നബിതങ്ങളുടെ എല്ലാമാണ്. പക്ഷേ ഒരു സമയത്ത് ബിലാൽ റളിയല്ലാഹു തആല എന്തോ ഒരു ചെറിയൊരു ഉടക്കുണ്ടായപ്പോ ബിലാൽ റളിയല്ലാഹു തആല നോക്കിട്ട് പറഞ്ഞേ, കറുത്തവളുടെ മോനെ പോടാ, നിനക്കൂടെ എന്താ അവകാശം? ബിലാൽ റളിയല്ലാഹുവിന് ഭയങ്കര വിഷമായി പോയത്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ അലറത്തിൽ പോയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്നെ അബൂദർ എന്റെ ഉമ്മയെ അധിക്ഷേപിച്ചു ഹബീബേ, എന്നെ എന്റെ ഉമ്മയെ ചേർത്ത് എന്നെ വേദനിപ്പിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട് അബൂദറിനോട് പറഞ്ഞു, അബൂദറേ, ഇനിയും നിന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ സ്വഭാവം മാറ്റാൻ സമയമായില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ അബൂദറിനെ താക്കീത് ചെയ്തപ്പോ പെട്ടെന്ന് പശ്ചാത്തപിച്ച് ചരിഞ്ഞു കിടന്നിട്ട് കറുത്ത വർഗക്കാരനായ ബിലാലിനെ വിളിച്ചിട്ട് പറയുകയാ, ബിലാലേ, പൊറുക്കണം കേട്ടോ, എന്റെ മുഖത്ത് അവിടുത്തെ കറുത്ത കാലുകൊണ്ടൊന്ന് ചവിട്ടണേ. അതിന് പരിഹാരം എന്റെ മുഖത്തൊന്ന് ചവിട്ട്, പ്ലീസ് ചവിട്ട് ബിലാൽ. ഞാൻ എന്റെ അറിവില്ലായ്മ, എന്റെ ജാഹിലിയ കാലഘട്ടം ഞാൻ ഓർത്തുപോയി, അതുകൊണ്ട് ഞാൻ പറഞ്ഞുവാണ്, എന്നെ ചവിട്ട്, അതിന് പരിഹാരമാണ്. വേണ്ട, ഞാൻ ചവിട്ടൂല, അത് വേണ്ട, എനിക്ക് അവരെപ്പോഴേ അത് തിരുത്തി മനസ്സിലാക്കി. നമ്മൾ ഇനി ഇങ്ങനെയുള്ള ജാഹിലിയ കാലത്ത് അമ്മേ അത് പഴയ കാലമൊക്കെ ഇപ്പൊ പറയാ, ഇയാള് പോടോ, നീ ആരാ, നിനക്കെന്തോ അറിയാം അയാളെ കുറിച്ച്, അങ്ങനെ നമ്മൾ പറയുള്ളൂ. എന്നാൽ തിരുത്താനല്ല തയ്യാറ്. ആ ശരി, സംഭവിച്ചാണ്, പോട്ടെ പോട്ടെ, ശരി ശരി, അത് അറിയാതെ സംഭവിച്ചുകൊണ്ട് ഞാൻ പണ്ടത്തെ കാലം ഓർന്ന് പൊരുത്തപ്പെട്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളാ വീണ്ടും അതിൽ തന്നെ പിടിക്കും. ഞാൻ പിടിച്ച മൊയിലിന് 3 കൊമ്പ്, അത് തന്നെ പിടിച്ചിരിക്കും. അതൊന്നും ഇസ്ലാമികമല്ല.
അതാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. നിനക്കൊരു അല്ലാഹു തആല നിനക്കൊരു സ്വഭാവം അല്ലാഹ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വഭാവം തന്നെയായിരിക്കും നിനക്ക്. അതേപോലെ അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് നിശ്ചയിച്ചിട്ടുണ്ടോ, അതിൽ നിന്ന് 1 രൂപ പോലും അധികം കിട്ടൂല കേട്ടോ. അതിന് എത്ര കിടഞ്ഞു പരിശ്രമിച്ചാലും ഉള്ളത് നഷ്ടപ്പെട്ടു പോകുന്നതല്ലാതെ അധികമായി 1 രൂപ പോലും നിനക്ക് കിട്ടൂല. എല്ലാവർക്കും യൂസുഫ് അലിയെ പോലെ അവിടെ തുറന്ന് നടക്കുമോ? എല്ലാവർക്കും ഇപ്പൊ അദാനിയെ പോലെ അവിടെ തുറന്ന് നടക്കുമോ? അംബാനിയെ പോലെ അവിടെ തുറന്ന് നടക്കുമോ? രവിപിള്ളയെ പോലെ അവിടെ തുറന്ന് എല്ലാവർക്കും നടക്കുമോ? നടക്കൂല. അല്ലാഹ് നമുക്കൊരു റിസ്ക് വെച്ചിട്ടുണ്ട്. നീ എത്ര കുത്തി മറിഞ്ഞാലും അതേ നിനക്ക് കിട്ടുള്ളൂ. ഹദീസല്ലേ? കമാ ഖസമ ബൈനകും അർസാഖകും. അപ്പോൾ അല്ലാഹു നമുക്കൊരു റിസ്ക് അത് കൃത്യമാക്കിയിട്ടുണ്ട്, സ്വഭാവം അത് കൃത്യമാക്കിയിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹ് അടുത്ത പറയാണ്, ഇന്നല്ലാഹ യുഅതി ദുനിയാ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. അല്ലാഹു ദുനിയാവ് നൽകുന്നത് അവൻ ഇഷ്ടമുള്ളവർക്കും നൽകും, അവൻ ഇഷ്ടമില്ലാത്തവർക്കും നൽകും. അദാനിക്കും അംബാനിക്കും അല്ലാഹു നൽകും, യൂസുഫ് അലിക്കും അല്ലാഹു നൽകും, രവിപിള്ളക്കും അല്ലാഹു നൽകും, ഫറോവയ്ക്കും നൽകും, ഖാറൂനും നൽകും, ഹാമാനും നൽകും, ഉബയ്യ് ഇബ്നു ഖലഫിന് നൽകും, സുലൈമാനും നൽകും, അതീഖുർ റഹ്മാനും നൽകും, അബൂമറിനും നൽകും. എല്ലാവർക്കും അല്ലാഹു നൽകും. ദുനിയാവ് എന്ന് പറയുന്നത് അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും നൽകുന്ന സമ്പത്താണ്. അപ്പൊ അല്ലാഹ് അവൻ അത്രയും കൊടുത്തല്ലോടാ. നമ്മൾ അല്ലാഹ്ക്ക് വേണ്ടി എത്ര കിടന്ന് സുജൂദ് ചെയ്യുന്നു, എത്ര നിസ്കരിക്കുന്നു, എത്ര ദുആ ചെയ്യുന്നു, എത്ര ഇബാദത്ത് എടുത്തിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. നോക്ക്, അവൻ കണ്ടില്ല, പള്ളി പോലും കയറൂല. അവൻ എന്തോ അല്ലാഹ് ഇങ്ങനെ കൊടുക്കുന്നത്. നമ്മളങ്ങനെ ചിന്തിക്കും. നിസ്കരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അവൻ പട്ടിണിയായിരിക്കും, എന്നാൽ നിസ്കരിക്കാതെ കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ, ഭയങ്കര കച്ചവടവും ഭയങ്കര പൈസ ആയിരിക്കും. അപ്പൊ നമ്മൾ ധരിക്കുന്ന എന്താ? പോടാ, അല്ലാഹ് ഒന്നും ഇല്ലടാ, ചുമ്മാ നമ്മൾ നിസ്കരിക്കാൻ പോകുന്നത്, അല്ലാഹ് ഒന്നുമില്ല. ഇവൻ നിസ്കരിക്കാൻ പോകുന്ന എന്തിനാ? പൈസ കിട്ടാനാ? ഇവന്റെ കടയിൽ കച്ചവടം കൂടാനാ? فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم അല്ലാഹുവിനെ ധിക്കരിച്ച് അല്ലാഹു നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം മതിമറന്ന് വിസ്മരിച്ച് ദുനിയാവിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് എല്ലാ മേഖലകളുടെ വഴികളും അല്ലാഹു തുറന്നു കൊടുക്കും കേട്ടോ. എല്ലാ വഴികളും അല്ലാഹു തുറന്നു കൊടുക്കുമ്പോ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, അവർ ആനന്ദത്തിന്റെ നൃത്തം ചവിട്ടുന്ന സമയത്താ അഖദ്നാഹും ബഗ്താ, ഒരൊറ്റ പിടി നാം അവരെ പിടിക്കുക. ഫൈദാഹും മുബ്ലിസൂൻ, അപ്പോൾ അവർ നിരാശരാകും. ഇങ്ങനെ അടിച്ചു പൊളിക്കണം. നല്ല കിട്ടിയ സമ്പത്തുണ്ട്, അടിച്ചു പൊളിക്കാം. അല്ലാഹ് മതി മറന്ന് പള്ളിയും വേണ്ട, പട്ടണവും വേണ്ട, ഇബാദത്തും വേണ്ട, നിസ്കാരവും വേണ്ട, നോമ്പും വേണ്ട, ഒന്നും വേണ്ട. അവരാ സമയത്ത് അടിച്ചു പൊളിക്കും. പക്ഷെ ഇഷ്ടം പോലെ അല്ലാഹ് പണം കൊടുക്കും. ഒരൊറ്റപ്പിടുത്തം അല്ലാഹ് അവനെ പിടിക്കും. കക്കൂസിലിരിക്കുമ്പോ എഴുന്നേക്കാൻ വയ്യ, ഭാര്യയെ വിളിക്കാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ. സുബ്ഹാനല്ലാഹ്. അവസാനം ഭാര്യ തിരക്കെ പിടിച്ചു പോകുമ്പോ യൂറോപ്യൻ ക്ലോസറ്റിൽ ചാരിയിരിക്കുന്ന ഭർത്താവിനെയാണ് കാണാൻ കഴിയുക. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. അവസാനം ആ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുവരുന്നതും ഇവൻ നിഷേധിച്ച ഈ പള്ളിയുടെ തിരുമുറ്റത്തല്ലേ. ഈ പള്ളിയിലേക്ക് വരാതെ, ഈ പള്ളിയുമായി ബന്ധമില്ലാത്ത അതേ സ്ഥലത്ത് തന്നെയല്ലേ അവന്റെ മയ്യത്ത് കൊണ്ടുവരുന്നത്. അവിടെയല്ലേ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് അവന് വേണ്ടി ദുആ ചെയ്യുന്നത്, നമസ്കരിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരാ, അല്ലാഹു നമുക്കൊരു റിസ്ഖിയെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു നമുക്ക് നൽകും. അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. അതുകൊണ്ട് അല്ലാഹ് എല്ലാവർക്കും റിസ്ക് കൊടുക്കും. ദുനിയാവ് അല്ലാഹ് എല്ലാവർക്കും കൊടുക്കും. അത് അല്ലാഹുവിന്റെ ഒരു തീരുമാനമാണ്. ഇന്നല്ലാഹ യുഅതി ദുനിയ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു വലാകിൻ യുഅതി ദീന ഇല്ലാ മൻ യുഹിബ്ബു.
പരിശുദ്ധമായ ഈ ദീനുണ്ടല്ലോ, ഈ ഈമാനിക ജീവിതമുണ്ടല്ലോ, ഈ ശരീഅത്തുണ്ടല്ലോ, അല്ലാഹു അത് നൽകുന്നത് ഈമാൻ അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ്. അവിടെയാണ് പോയിന്റ്. അല്ലാഹു ദീൻ നൽകുന്ന ആർക്കാ? അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹ് ദീൻ കൊടുക്കുള്ളൂ. അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുള്ളൂ. നമ്മൾ മനസ്സിലാക്കിക്കോ, അല്ലാഹു എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ആലിമായത്, അല്ലാഹ് എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നമസ്കാരമുള്ളവനായത്, അല്ലാഹ് എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് ദഅവത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയത്, അല്ലാഹ് എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് 5 നേരം നമസ്കരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത്. അല്ലാഹു എന്നെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അല്ലാഹു ദീൻ എന്ന് പറയുന്ന ഈ മഹത്തായ സംഭാവന നമ്മളുടെ മേലേൽപ്പിച്ചത്. അല്ലാഹു നമുക്ക് തന്നത്, ദീൻ തന്നത്, അല്ലാഹ് നമ്മളെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവാണ്. അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു സാധനമാണ് ദീൻ. ദുനിയാവ് അല്ലാഹ് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും, ഇഷ്ടമില്ലാത്തവർക്ക് കൊടുക്കും. അതൊന്നും ചർച്ചയില്ല. ഖാറൂന് അല്ലാഹു ദുനിയാവ് കൊടുത്തില്ലേ? വാരിക്കോരി അല്ലാഹു ദുനിയാവ് ഖാറൂന് കൊടുത്തില്ലേ? ഹാമാന് കൊടുത്തില്ലേ? ഫറോവയ്ക്ക് കൊടുത്തില്ലേ? അവരെ അല്ലാഹു ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അബൂജഹലും മുത്തുബത്തും ശൈബത്തും ഉബയ്യ് ഇബ്നു ഖലഫും മക്കയുടെ മടിത്തട്ടിൽ കിടന്ന് സ്വർഗ ജീവിതം നയിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ശഅബു അബീ താലിബിൽ 3 വർഷത്തോളം പട്ടിണി കിടന്നപ്പോ നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും കരുതുവോ അല്ലാഹുവിന് അല്ലാഹുവിന്റെ റസൂലിനോട് വെറുപ്പാ, അല്ലാഹുക്ക് ഇഷ്ടം അബൂജഹലിനോടും ഉത്ബത്തിനോടും ശൈബത്തിനോടുമാണെന്ന് ആരെങ്കിലും പറയോ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ശഅബു അബീ താലിബിൽ 3 വർഷം ഉപരോധത്തിൽ ഏർപ്പെട്ട സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെ വന്നപ്പോ ആടുമാട് ഒട്ടകങ്ങൾ കഴിക്കുന്ന പച്ചിലകൾ കഴിച്ചിട്ടാണ് കഴിഞ്ഞുകൂടിയത്. ആ ആടുമാട് ഒട്ടകങ്ങൾ കാഷ്ടിക്കുന്ന പോലെയാണ് ഞങ്ങളും കാഷ്ടിച്ചതെന്നവര് പറയണമെങ്കിൽ 3 വർഷക്കാലത്തോളം അവർ പട്ടിണികളായി കഴിഞ്ഞില്ലേ? ആ പട്ടിണി അതിജീവിച്ച നബിയും സ്വഹാബത്തും അല്ലാ നീ ഇല്ല പടച്ചവനെ, ഈ ദീനുമായി ഞങ്ങൾക്ക് ബന്ധമില്ല പടച്ചവനെ എന്ന് പറഞ്ഞിട്ടവര് പിന്തിരിഞ്ഞു പോയില്ല. ഞങ്ങൾ സത്യവിശ്വാസികളാണോ? പരീക്ഷണം തരണം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാ. അതിലൂടെ അല്ലാഹുവിന്റെ തൃപ്തിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് ശപഥം ചെയ്തവരാണ് നബിയും സഹാബാക്കളും. ദീനിന്റെ പേരിലാകുമ്പോൾ അല്ലാഹു ത്യാഗം, അതിന്റെ പേരിൽ പരിശ്രമം, അതിന്റെ പേരിൽ പ്രയാസം ഒക്കെ അല്ലാഹു തരും. ദീനുള്ളവന്, ദീനില്ലാത്തവന് ഇതിനൊന്നും തരൂല. ദീനില്ലാത്തവൻ അല്ലാഹു തരൂല. ദീനിയായ ആളുകൾക്ക് അല്ലാഹു ഇടങ്ങേറ് കൊടുക്കുള്ളൂ. ഈമാനുള്ളവരെ അല്ലാഹു പരീക്ഷിക്കുള്ളൂ, ഈമാൻ ഇല്ലാത്തവൻ അല്ലാഹു പരീക്ഷിക്കൂല. ഇഷ്ടംപോലെ അതീതുണ്ട്. ഞാൻ എന്റെ വിഷയം അതല്ല, എന്റെ വിഷയം അടുത്ത പോയിന്റാണ്. അല്ലാഹു ആർക്കാണോ ദീൻ നൽകിയത് അവർക്ക് അല്ലാഹു നൽകുന്ന ഉപദേശമാണ് ഞാൻ പറയാൻ പോകുന്നത്. ولا يكسب عبد مالا حراما. ആരെങ്കിലും ഹറാമായ സമ്പാദ്യം ഒരു സത്യവിശ്വാസി സമ്പാദിക്കൽ അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അവൻ ആ സമ്പാദ് അല്ലാഹുവിന്റെ മാർഗത്തിൽ അവൻ ചെലവ് ചെയ്യും. അതിൽ ബർക്കത്ത് കിട്ടാൻ അവൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷേ ആ ഹറാമായ സമ്പത്ത് അല്ലാഹു സ്വീകരിക്കുകയില്ല. അതിലൂടെ അവൻ പ്രാർത്ഥനയും അല്ലാഹു അംഗീകരിക്കുകയുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഹലാലായിട്ട് ആരെങ്കിലും സമ്പാദിച്ചാൽ അത് ഹറാമായ മാർഗത്തിൽ ചെലവ് ചെയ്യരുത്. അതാണ് എന്റെ ആശയം. ولا يكسب عبد مالا حراما مالا حلالا فينفق فيه فيبارك له فيه. ഹലാലായ സമ്പാദ്യം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യണം. من طلب الدنيا حلالا استعفافا من المسألة وسعيا على أهله وتعطفا على جاره لقي الله تعالى ووجهه
كالقمر ليلة البدر أو كما قال حبيبنا رسول الله. അല്ലാഹു നമുക്ക് പണം തരുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ സമ്പാദ്യം 3 കാര്യങ്ങൾക്ക് വേണ്ടിയാ. ഒന്ന് ഇസ്തിഗ്ഫാഫൻ മിനൽ മസ്അല, മറ്റുള്ളവരോട് നമ്മളോ നമ്മുടെ മക്കളോ യാചിക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ മുന്നിൽ പോയി തെണ്ടാൻ പാടില്ല. എന്റെ മക്കള് പട്ടിണിയാണ്, എന്റെ ഭാര്യ പട്ടിണിയാ, ഞങ്ങൾക്ക് വീടില്ല, സ്വത്തില്ല, സഹായിക്കടേ. അങ്ങനെ ഒരു യാചനയെ നിരോധിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് യാചിക്കാതിരിക്കാനാണ് അല്ലാഹു നമുക്ക് ഹലാലായ കച്ചവടം നൽകിയത്, ഹലാലായ ബിസിനസ് നൽകിയത്. ഒന്നാമത്തെ പാഠം അതാണ്. രണ്ടാമത് വസഅയൻ അലാഹിലിഹി, തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് അവൻ സമ്പാദിക്കുന്നത് കേട്ടോ. തന്റെ മക്കൾക്ക് വേണ്ടിയാണ് അവൻ സമ്പാദിക്കുന്നത് കേട്ടോ. തന്റെ ഭാര്യയോ മക്കളോ ഹറാമിന്റെ പണം തിന്ന് വളരാൻ പാടില്ല. തന്റെ മക്കള് പട്ടിണി കിടന്നിട്ട് അന്യവന്റെ മുതൽ അനുവാദമില്ലാതെ അവൻ കഴിക്കാൻ പാടില്ല, തിന്നാൻ പാടില്ല. അവൻ പട്ടിണി കിടക്കുമ്പോ പടച്ചറബേ, അയൽവക്കത്തുള്ള പലിശക്കാരൻ കൊണ്ടുവരുന്ന സമ്പത്തിൽ നിന്ന് മീൻ വാങ്ങി കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ സമ്പാദിക്കുന്നത് മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയാണ് കേട്ടോ. മൂന്നാമത് വതഅത്തുഫൻ അലാ ജാരിഹി, നമ്മുടെ സമ്പാദ്യം അയൽവക്കക്കാരെ കൂടെ പരിഗണിച്ച് നിങ്ങൾ കൊടുക്കണം കേട്ടോ. നമ്മൾ മാത്രം സമ്പാദിച്ച് തിന്നരുത്, നമ്മുടെ മക്കളെ മാത്രം തീറ്റിക്കരുത്. നമ്മുടെ അയൽവക്കത്ത് കിടക്കുന്ന 40 വീട്ടുകാരെ കൂടെ പരിഗണിക്കണേ. നീ മീൻ കച്ചവടം കഴിഞ്ഞിട്ട് നിന്റെ പെട്ടിയിൽ അല്പം മീൻ അധികമുണ്ടോ, അയൽവക്കത്തുള്ളവർക്ക് കൂടി നീ കൊടുത്ത് നീ സഹായിക്കണേ. അതാണ് നമ്മുടെ സമ്പാദ്യം ഹലാലാണ് എന്നതിന്റെ തെളിവെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ 3 രീതിയിലാണ് നീ സമ്പാദിക്കുന്നതെങ്കിൽ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ വരുന്നത് ഏത് കോലത്തിലാണെന്നറിയോ? വവജുഹു കൽഖമരി ലൈലത്തൽ ബദ്രി, 14 രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖവുമായിട്ടാണ് നാളെ റബ്ബിനെ കാണാൻ അവൻ എത്തുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ സത്യവിശ്വാസിയായ ദീൻ കിട്ടിയ നമ്മുടെ പണം എന്ത് ചെയ്യാൻ പാടില്ല? ഹലാലായിട്ട് ചെലവാക്കണം, ഹറാമായിട്ട് ചെലവാക്കാൻ പാടില്ല. അത് നമ്മൾ കല്യാണത്തിന് ഗാനമേളയ്ക്ക് വേണ്ടി മാറ്റിവെച്ചാൽ, മഞ്ഞ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ, ചുവപ്പ് കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ, ആവശ്യമില്ലാത്ത പൂത്തിരി കത്തിക്കലും പടക്കം പൊട്ടിക്കലും അതിനു വേണ്ടി നമ്മൾ ആ പണം മാറ്റിവെച്ചാൽ ഔറദഹുല്ലാഹു ദാറൽ ഹവാൻ, നിന്ദ്യതയേറുന്ന നരക കുണ്ടാരത്തിലേക്ക് അവനെ വലിച്ചിഴച്ചു കൊണ്ടുവരപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഗാനമേളയ്ക്ക് വേണ്ടി പണം ചെലവാക്കിയാൽ, അതിനു വേണ്ടി പൈസ കൊടുത്താൽ, നമുക്ക് അല്ലാഹു തന്ന ഹലാലായ പണം അതിനു വേണ്ടി നീ മാറ്റിവെച്ചാൽ നേരെ അല്ലാഹു അവിടെ കൊണ്ട്, ഇവിടെ കല്ലിവല്ലി, ഇവിടെ ഒന്നും അല്ലാഹു തിരിഞ്ഞു പോലും നോക്കൂല. നീ എന്ത് ചെയ്താൽ ഇവിടെ അല്ലാഹു ഒന്നും നോക്കൂല. നീ മുണ്ടില്ല നടന്നാലും ഒന്നും നോക്കൂല. നിന്നെ അല്ലാഹു പിടിക്കുന്നത് വാ, നീ പട്ടാഴി വടക്കേക്കര അല്ലെങ്കിൽ പള്ളിയുടെ ആ ഖബർസ്ഥാനിലേക്ക് നീ വാ, എല്ലാവരും പോകുമല്ലോ. അന്ന് പന്ത് മലക്കുകളുടെ കോർട്ടിലാണ്. അവിടെയാണ് വരുന്ന ചോദ്യം. ആരുടെ ചോദിക്കാൻ? ആരുടെ? അത്താ ഓടിവാത്താ, എന്തിനാത്താ അങ്ങനെ ചെയ്തത്? അല്ലാഹുവേ, ഇന്ന് ഞാൻ ഇടി കൊള്ളുകയാണ്. വലത് സൈഡ് ഒരു പാമ്പ്, ഇടത് സൈഡ് പാമ്പ്. പടച്ചവനെ, ഇതാ വലിയ ഒരു പാമ്പ് മുന്നോട്ട് വരുന്നു. 7 തലയുള്ള പാമ്പ്, 9 തലയുള്ള പാമ്പ്. പടച്ച റബ്ബേ, നിലവിളിച്ചാൽ ആരാണ് അതിന് ഉത്തരം നൽകുക? ആരുത്തരം നൽകും? ആരുത്തരം? എന്താ നീ ഇത് കേൾക്കാൻ? ഞാൻ അന്ന് പറഞ്ഞത് കേട്ടില്ലല്ലോ. ചോദ്യം ഉണ്ടാവും. അന്ന് പറഞ്ഞായിരുന്നല്ലോ ഇങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ടാവുമെന്ന്. ഇങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് അന്ന് ആ മുസ്ലിയാരൊന്ന് പ്രസംഗിച്ചില്ലേ? വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. അല്ലാഹ് അന്ന് പറഞ്ഞത് ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ പടച്ച റബ്ബേ, ഇന്ന് ഈ കത്തിക്കാളുന്ന നരകത്തിൽ ഞങ്ങൾ വീഴുമായിരുന്നില്ല. അല്ലാഹ് അന്ന് പറഞ്ഞത്, ഇന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്ന് പറയും. നാളെ മരിച്ച് കബറിൽ പോകും പറയും. ഇപ്പൊ കേൾക്കൂല. ഇപ്പൊ ഈ പറയുന്നൊന്നും കേൾക്കാൻ നമുക്ക് മനസ്സ് വരൂല.
കല്യാണം അടിച്ചു പൊളിക്കണം, മകളുടെ കല്യാണം അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളി ഏത് പൈസ? ഹലാല പൈസ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വന്നിട്ടാ. അത് അതിനേക്കാളും വലിയ സംഭവം. നിസ്കാരവും ഇബാദത്തും ഒക്കെ ഉണ്ട്. മകളുടെ കല്യാണത്തിന് 20 ലക്ഷത്തിന്റെ വണ്ടി നിങ്ങൾ ബാങ്കിൽ പോയി പലിശയ്ക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഹലാലായ ഖൈറായ മുബാറക്കായ നിക്കാഹ് ഈ പൊന്നുമോളെ നരകത്തിലോട്ടല്ലയോ വാപ്പാ കയറ്റിവിടുന്നത്? നാണമുണ്ടോ വാപ്പാ? 20 വർഷം ഹലാലായ ഭക്ഷണം കൊടുത്ത് വളർത്തിയ മോളെ കല്യാണം കഴിപ്പിച്ചയക്കുമ്പോ 20 ലക്ഷത്തിന്റെ വണ്ടിയിൽ 10 ലക്ഷം പലിശയ്ക്ക് എടുത്തിട്ട് 10 ലക്ഷം റെഡി കാശ് കൊടുത്തിട്ട് ആ പലിശയുടെ വണ്ടിയിലാണോ മോളെയും മരുമോനെയും കയറ്റിവിടുന്നത്? ഇല്ല വാപ്പാ, അവരുടെ ദുആ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടൂല കേട്ടോ, അവരുടെ ബർക്കത്ത് നിങ്ങൾക്ക് ലഭിക്കൂല കേട്ടോ. അവരെ പിഴപ്പിച്ചത് വാപ്പയാണ്, ഉമ്മയാണ്. ഈ മാതാപിതാക്കൾ ഈ മക്കളെ പലിശയുടെ വാഹനത്തിൽ കയറ്റിവിട്ട് പിഴപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മഹ്ശറ വൻസഭയിൽ വന്ന് നിന്നിട്ട് ഈ വാപ്പയെയും ഉമ്മയെയും കഴുത്തിന് പിടിച്ച് റബ്ബിന്റെ കോടതിയിൽ കൊണ്ടുവന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാനാ ഫഅളല്ലൂന സബീലാ. അല്ലാഹ്, ഞങ്ങളെ പിഴപ്പിച്ചത് ഞങ്ങളുടെ ഈ അത്തയാണ് പടച്ചവനെ, ഞങ്ങളെ പിഴപ്പിച്ചത് ഈ അമ്മയാണ് പടച്ചവനെ, ഞങ്ങളെ അവരാണ് പിഴപ്പിച്ചത്. അല്ലാഹ്, ഫഅളല്ലൂന സബീലാ, അവരെ ഞങ്ങൾ അനുസരിച്ചതിന്റെ പേരിൽ അവർ ഞങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോയി. റബ്ബേ, ഈ ആഖിറത്തെ കുറിച്ച് ഞങ്ങളെ ഭയപ്പെടുത്തിയിരുന്നില്ല പടച്ചവനെ, ആഖിറത്തെ കുറിച്ച് ഓർമ്മ നൽകിയില്ല പടച്ചവനെ, മഹ്ശറയെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അല്ലാഹ്, അങ്ങനെ ഞങ്ങൾ പിഴച്ചു പോകാൻ കാരണം ഞങ്ങളുടെ സ്വന്തം അത്തായും അമ്മായുമാണ് പടച്ചവനെ. അതുകൊണ്ട് ആ മാതാപിതാക്കളെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ഈ മക്കൾ ചെയ്യുന്ന മറ്റൊരു ദുആ കൂടെ കേട്ടോ. ഖുർആനാണ്, ഖുർആനാ. റബ്ബനാ ആതിഹിം ലഅഫൈനി മിനൽ അദാബ് വൽഅൻഹും ലഅനൻ കബീറാ. അതുകൊണ്ട് ഞങ്ങളെ നീ ശപിക്കല്ലേ അല്ലാ, ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ അല്ലാ, ഇതിന്റെ ഇരട്ടി ശിക്ഷ കൊടുത്ത് ഞങ്ങളുടെ മാതാപിതാക്കളെ നീ ശപിക്കണേ അല്ലാ. മക്കളെ മാതാപിതാക്കൾക്കെതിരെ നാളെ ആഖിറത്തിൽ ചെയ്യുന്ന ദുആ, മക്കൾ മാതാപിതാക്കൾക്കെതിരെ ആഖിറത്തിൽ ചെയ്യുന്ന ദുആ. ഹലാലായിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ടതിനോ ഹറാമായ വഴികൾക്കൊക്കെ കോപ്പ് കൂട്ടിയിട്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തുമ്പോൾ മക്കൾ കൈവിടും. ഞാനല്ല, ഞങ്ങളുടെ അത്തയാണ്, ഞങ്ങളുടെ അമ്മയാണ് ചെയ്തത്, ഞാനല്ല. വലാ യസ്റു വാസിറതു വിസ്റ ഉഖറാ. ഒരാളും മറ്റൊരാളുടെ ചുമടെടുക്കൂല കേട്ടോ. ഒരാൾ മറ്റൊരാളുടെ ചുമടെടുക്കൂല. وَإِن تَدْعُ مُثْقَلَةٌ إِلَى حِمْلِهَا لَا يُحْمَلْ مِنْهُ شَيْءٌ وَلَوْ كَانَ ذَا قُرْبَى. ഒരൽപ്പം ചുമട് എന്റെ ഒന്നെടുക്കടാ എന്റെ കൊച്ചാപ്പാട മോനെ, നീ എന്റെ അനിയന്റെ മോനല്ലേ, നീ എന്റെ ജ്യേഷ്ഠന്റെ മോനല്ലേ, എന്റെ മകളുടെ കല്യാണത്തിന് രാപ്പകലില്ലാതെ ഓടി നടന്നവനല്ലേ, എന്റെ അല്പം ചുമട് നീ ഒന്ന് എടുക്കടാ മോനെ. ആരെങ്കിലും ഈ ചുമടൊന്ന് ഏറ്റെടുക്കുവോ എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് നാളെ മഹ്ശറയിലൂടെ സഞ്ചരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഒരാള് പോലും ഏറ്റെടുക്കൂല. വലൗ കാന ദാ ഖുർബാ, അത് രക്തബന്ധുവാണെങ്കിൽ പോലും ഏറ്റെടുക്കൂല കേട്ടോ. സ്വന്തം ഭാര്യ ഏറ്റെടുക്കൂല, സ്വന്തം ഭർത്താവ് ഏറ്റെടുക്കൂല. കാരണം അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? എങ്ങനെങ്കിലും നമ്മുടെ തടി സലാമത്തായി കിട്ടിയാൽ മതി, എങ്ങനെങ്കിലും നമ്മുടെ തടി സലാമത്തായി കിട്ടിയാൽ മതി എന്നാ. അത് അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ. അവിടെ രക്ഷപ്പെടാനാണ് ഇവിടെ നമ്മൾ പണിയെടുക്കുന്നത്. ഇവിടെ രക്ഷപ്പെടാനല്ല. ഇവിടെ എങ്ങനെ രക്ഷപ്പെടും? ഇവിടെ നീ എങ്ങനെ ജീവിച്ചാലും നീ രക്ഷപ്പെടും. ഇവിടുത്തെ കാര്യം ഇവിടെ തല്ലി വല്ലി. നമ്മുടെ വിഷയം ഖബറിന് ശേഷമുള്ള ജീവിതത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഈ കല്യാണം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ സുന്നത്താണിത്. അള്ളാന്റെ റസൂലിന്റെ സുന്നത്തനുസരിച്ചുള്ള കല്യാണം നടത്തണം. അള്ളാന്റെ റസൂലിന് വിപരീതമായിട്ട് സുന്നത്ത് കല്യാണം നടത്തിയിട്ട് നാളെ അള്ളാന്റെ അടുക്ക് പോയിട്ട് പടച്ചാൽ ഇങ്ങനെ സംഭവിച്ചു, നീ പൊരുത്തപ്പെട്ടെന്ന്
ലോൺ എടുത്തിട്ട് എന്തിനു കല്യാണം നടത്തണം? ലോൺ എടുത്തിട്ട് ആഡംബര കല്യാണം നടത്താൻ പോകണം. എന്തിനാ ലോൺ എടുത്തിട്ട് വലിയ വലിയ ആഡംബര കല്യാണം നടത്തി വലിയ വലിയ വണ്ടികൾ എടുത്തു കൊടുത്തിട്ട് വലിയ വലിയ വാഹനത്തിൽ കയറ്റിയിട്ട് ഈ മക്കളെ പലിശയ്ക്ക് മാസം തോറും വാപ്പ CC അടയ്ക്കണ്ടേ? വാപ്പ ഇരുന്ന് വാപ്പാടെ കൽബും വാപ്പാടെ കരളുമല്ലേ ഈ മക്കള് തിന്നുന്നത്? 28-ാം തീയതിയാകുമ്പം ബാങ്കിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരും, മൊബൈലിൽ വരും, സുലൈമാൻ സാഹിബ് വണ്ടിക്ക് അടയ്ക്കേണ്ടത് 49,000 രൂപ. നോട്ടിഫിക്കേഷൻ വരും. ഒരു ചെറിയ ഒരു ഗ്യാസിന്റെ ഒരു ലക്ഷം സൈഡിൽ ഇച്ചിരി ചൂടുവെള്ളം കൊണ്ട് ജീരകവെള്ളം ഉണ്ടെങ്കിൽ കൊള്ളാം. എന്തോ ഒരു ചെറിയൊരു ഇതുവരെയും കുഴപ്പമില്ലായിരുന്നല്ലോ, നിങ്ങൾ നല്ല ഉഷാറായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നല്ല. ഇല്ല, ഒരു മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു 49,000 അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട്. വണ്ടി എടുത്ത് കൊടുത്തല്ലേ മരുമോനെ, രണ്ടുപേരും അവർ സൂഹിച്ചോണ്ടിരിക്കില്ലേ? നമ്മൾ രണ്ടുപേരും ഇവിടെ ദുഃഖിച്ചോളി, അവർ രണ്ടുപേരും സൂഹിക്കട്ടെ. ആരാ ഇത് ഉണ്ടാക്കി വെച്ചത്? ഒരു വണ്ടി എടുക്കാൻ കഴിവില്ലാത്തതിന് വെണ്ണട്ടിക്കാൻ പോണ എന്റെ ചോദ്യം അതാണ്. സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കാൻ കഴിവില്ല, ഒരു മഹർ വാങ്ങിക്കാൻ കഴിവില്ല, വണ്ടി എടുക്കാനും കഴിവില്ല, ഒരു മഹർ വാങ്ങിക്കാനും കഴിവില്ല, ചെലവിന് കൊടുക്കാനും കഴിവില്ലാത്തവന് പെണ്ണ് കെട്ടിച്ചു കൊടുക്കുന്ന ഞാനാണ് മണ്ടൻ അല്ലേ? മരമണ്ടൻ. പെണ്ണിന്റെ തന്തമാരും മരമണ്ടന്മാരും. സ്വന്തമായിട്ട് കല്യാണം കഴിഞ്ഞ മോളെ കൊണ്ടുപോയി നമ്മൾ എന്തിനാ പിന്നെ കെട്ടിച്ചു കൊടുക്കുന്നത്? ഇതാണ് കല്യാണത്തിന്റെ ഉടമ്പടി. കല്യാണത്തിന്റെ ഉടമ്പടി ഇതാണ്. മാന്യമായ നിലയിൽ എന്റെ മകളെ നീ ഏറ്റെടുത്ത് അവളെ കുടുംബജീവിതം റാഹത്തായി നീ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അള്ളാഹു കൽപ്പിച്ചത്. ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ എന്റെ മകളെ ഞാൻ നിന്റെ മേലേൽപ്പിക്കുകയാണ് കേട്ടോ. അതാണ് ഈ ഉസ്താദന്മാര് കൈക്ക് പിടിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. പറച്ചില് അള്ളാഹ് ഇത് പറപ്പിച്ചു കൊടുക്കുന്ന പാട് നമുക്കറിയാം. വല്ലപ്പോഴൊക്കെ ഒന്ന് പള്ളിയിലൊക്കെ ഒന്ന് കയറണം, ഇച്ചിരി അറബിയൊക്കെ ഒന്ന് പഠിക്കണം, ഖുർആനൊക്കെ ഒന്ന് ഓതണം. എന്നൊക്കെ പറഞ്ഞ് നമ്മളിതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴേ എന്താ ഇതിന്റെ അർത്ഥം കൂടെ ഒന്ന് പറഞ്ഞു. ഈ രണ്ട് കരാർ. കല്യാണം എന്ന് പറഞ്ഞാൽ 2 കരാറാണ്. എന്റെ മകളെ നല്ല നിലയിൽ ഞാൻ നോക്കിക്കൊള്ളാം. ഇംസാക്കും ബിമഅറൂഫ്, അതാണ് ഏറ്റവും വലിയൊരു പൊരുത്തം. മുആവിയ ഇബ്നു ഹൈദ റളിയല്ലാഹു തആല അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയുണ്ടായി, മാ ഹഖ്ഖു സൗജതി അഹദിനാ അലൈഹി, നബിയേ ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളോടുള്ള കടമ എന്താണ് ഹബീബേ? നമ്മുടെ ചെറുപ്പക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, യുവാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാതെ പെണ്ണ് കെട്ടാൻ നിൽക്കരുത്. ഇതൊക്കെ പെണ്ണ് കെട്ടാന്ന് പറഞ്ഞാൽ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചുപൊളിയാണ്. കല്യാണം കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, കറങ്ങുക, ഹണിമൂൺ ആഘോഷിക്കുക, വണ്ടിയുടെ മുകളിൽ കയറുക, തകർക്കുക, പടക്കം പൊട്ടിക്കുക, ഇതൊക്കെ തന്നെയാണ് കല്യാണം. ഇസ്ലാമിക കല്യാണത്തിന്റെ ഏതെങ്കിലും അംശം ഉണ്ടോ? ഇസ്ലാമിക കല്യാണത്തിന്റെ ഏതെങ്കിലും ഒരു അംശം? അതിനു മുമ്പ് നിങ്ങൾ ക്ഷീണിച്ചോ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട്? കാപ്പി കുടിക്കുന്നതിനിടയ്ക്ക് ശ്രദ്ധ മാറിപ്പോയാൽ നിർത്തിക്കളയും പരിപാടി. എന്നെ കുടിപ്പിക്കണ്ട, നിങ്ങൾ കുടിച്ചാൽ മതി. കാരണം നിങ്ങളാണല്ലോ ഇപ്പൊ ക്ഷീണിച്ചിരിക്കുന്നത്. ശ്രദ്ധ മാറിപ്പോകരുത്. മെയിൻ പോയിന്റിലേക്ക് വരിക. പെട്ടെന്ന് കൊടുത്ത് തീർക്കണം. അല്ലാതെ ഈ ചുമ്മാ ചായയും കൊടുത്ത് ഇതിനിടയ്ക്ക് അതും പിടിച്ചിട്ട് പിള്ളേരൊക്കെ വിളിച്ച് കൊടുത്ത് പെട്ടെന്ന് കൊടുക്കും. മക്കളെ പെട്ടെന്ന് കുടിച്ചിട്ട് അവസാനം എടുത്ത് ഇതിനകത്ത് ഒഴിച്ച് വയ്ക്കാം. നല്ലപോലെ ശ്രദ്ധിച്ചോണം. ഇനിയാണ് പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് കയറാൻ പോവാ. ഭാര്യയോടുള്ള കടമ എന്താ, ഭർത്താവിനോടുള്ള കടമ എന്താ, ഇതൊക്കെ ഒന്ന് പഠിക്കണം. കല്യാണം എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്താ കല്യാണം എന്നുള്ളത് ഇന്ന് പഠിപ്പിച്ചുതരാം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കല്യാണം ഒന്ന് പുതുക്കിക്കോ. നാളെ പോലും പോയി കല്യാണം കഴിക്കുന്ന പുതിയ ആൾക്കാരുണ്ട് ഇങ്ങോട്ട് കയറി, ഞാൻ പഠിപ്പിച്ചു തരാം. എന്താ കല്യാണം എന്നുള്ളത് ഇങ്ങോട്ട് കയറി. ഉണ്ട്. നീ ഓടാതെ എവിടെ പോടാ, ഇങ്ങോട്ട് വാ. മണിയറേന്ന് ഇറങ്ങി നീ ഓടുമല്ലോ ഇങ്ങനെയാണെങ്കിൽ. ഇങ്ങോട്ട് ഇറങ്ങി ഓടുകടാ കല്യാണം. ഇതിനാണ് ഈ ഓടിച്ചിട്ടൊരു കല്യാണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ?
ഒരു കാലഘട്ടം വരും, ഖിയാമത്ത് നാളിന്റെ അടയാളം 50 പെണ്ണുങ്ങളായിരിക്കും ഒരു പുരുഷന്. 50 പെണ്ണുങ്ങൾ. ഗതിയില്ലാതെ ഇവൻ ഓടുമെന്ന് പറഞ്ഞ ഇവൻ പട്ടാഴിന്ന് കടുവാത്തോട് വരെ ഓടിയിട്ട് ഒരു വലിയ പിലാവി കയറും, പിടിച്ച് താഴെ ഇടും. സൈനവ താഴെ വലിച്ചിടുമെന്ന ഹദീസ്. ഞെട്ടവനെ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് 50 പെണ്ണുങ്ങൾ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇടത് കൈ കൊണ്ട് ആരും കുടിക്കരുത്, വലത് കൈ കൊണ്ട് കുടിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി കുടിക്കണം. ഇടയ്ക്കിടയ്ക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹയെ ശുക്ർ ചെയ്യണം. വലത് കൈ കൊണ്ട് കുടിക്കലാണ് സുന്നത്ത്, ഇടത് കൈ കൊണ്ട് കുടിക്കുന്നത് ശൈത്താൻ. ഇന്ന ശൈത്താന യശ്റബു ബിശിമാലിഹി വയഅകുലു ബിശിമാലിഹി. പെട്ടെന്ന് ബക്കറ്റൂര് വല്ലതും ഉണ്ടോ അബിവേ? ബക്കറ്റുണ്ടെങ്കിൽ ഈ ഇടയ്ക്കങ്ങ് എടുത്തോളി, ഇതിൻ്റെ ഇടയ്ക്ക്. അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രസംഗവും ഈ കുടിയും കടിയും ഒന്നും റാഹത്താവൂല. എല്ലാവരും ഒന്ന് സഹായിച്ചോളൂ ബക്കറ്റിനകത്ത്. എൻ്റെ കൂട്ടത്തിൽ അതും കൂടെ റാഹത്ത്. അടപ്പെല്ലാം അങ്ങ് മാറ്റി നമുക്ക് പൈസ ഒക്കെ നിറച്ച് കിട്ടിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. ബിസ്മില്ലാ. ഭയങ്കര കടുപ്പ് ഇതില്ലേ. എല്ലാവരും ഒന്ന് സഹായിക്കും. എൻ്റെ അല്ലാഹ്, ഇത് തൊണ്ട മൊത്തം കീറിക്കു പോകുന്ന ഒരു സൈസ് കടുങ്കാപ്പിയാണ്. എരി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ആരും ചോദിക്കരുത് രണ്ടാമത്. പെട്ടെന്ന് ഒന്നെടുത്ത് സഹോദരി എല്ലാവരും സഹായിക്കണേ. ബിസ്മില്ലാ. അല്ലാഹു നീ കബൂലാക്കണേ പടച്ചവനെ. 11 മണിക്കകത്ത് എല്ലാം തീർക്കണം. 11 മണിക്കകത്ത് ആഖിർ ദഅവാന പറയണം. വെള്ളിയാഴ്ച പള്ളിയിൽ പോകണം. എനിക്ക് ഒന്നാമതേ ഉറങ്ങിയില്ല, കാസർഗോഡ് നിന്ന് വരുന്ന വഴിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ റാഹത്തിൽ അങ്ങ് പറഞ്ഞങ്ങ് പോയപ്പോൾ ഇടയ്ക്ക് കയറി കല്ലത്ത് വന്ന് കാപ്പിയും വെള്ളമൊക്കെ വന്നു. ഏതാ വായിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചോ, ഇപ്പൊ സമയമില്ല. തങ്ങളോട് സഹാബി ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരോടുള്ള കടമ എന്താണ് നബിയേ? ഇംസാക്കും ബിമഅറൂഫ്, വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് എന്നെ പഠിപ്പിച്ചിരുന്നു. ഒരു നമ്മുടെ കൈക്ക് പിടിച്ചിട്ട് ഉസ്താദ് പറഞ്ഞു തരുമല്ലോ. വെൽഡിങ് എന്നാണ് കേട്ടോ. വെൽഡിങ് അല്ല, വെൽഡ് ചെയ്യാണ് അല്ലേ? വെൽഡറായിരിക്കുന്നത്, പട്ടാഴിയിലത്തെ വെൽഡറായത്. രണ്ടുപേരെ ചേർത്ത് വെൽഡ് ചെയ്ത് കൊടുക്കുക. 2 സ്ക്വയർ ട്യൂബ് തമ്മിൽ വെൽഡ് ചെയ്ത് കൊടുക്കാനാണ് കല്യാണം. അതാണ് വെൽഡിങ്. അതിന്റെ എല്ലെടുത്ത് കളഞ്ഞാണ് വെൽഡിങ് ആയി പോയത്.